ഞാനൊരു നമ്പർ 3യുടെ കേക്കിൻ്റെ വീഡിയോ ചെയ്തത് അത്യാവശ്യം ആളുകൾ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോയ്ക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ കുറേ കമൻസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പഠിച്ചോനെ ഞാൻ കേക്ക് തന്നെയല്ലേ ഉണ്ടാക്കി ഇട്ടതെന്ന് തോന്നിപ്പോയിട്ടോ. അത്രയും മാത്രം നെഗറ്റീവ് കമൻസ് അതിന് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് കമൻസ് ഓൾമോസ്റ്റ് എല്ലാത്തിനും തന്നെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് രണ്ടെണ്ണമൊക്കെ നമുക്ക് കൊടുക്കണ്ടെന്ന് തോന്നിയ കുറച്ച് കമൻസ് ഒക്കെ ലൈക്ക് ചെയ്ത് വിടാട്ടോ ചെയ്തത്. നെഗറ്റീവ്സ് മാത്രമല്ല കേട്ടോ, ഒരുപാട് പോസിറ്റീവ് കമൻസും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 300 കമൻറ്റ് ഉണ്ടെങ്കിൽ അതിലൊരു 200 എണ്ണം നെഗറ്റീവ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി ഒരു 100 എണ്ണമാണ് പോസിറ്റീവ്സ് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണ്. അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ 3 എന്നുള്ള ഷേപ്പ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓക്കെ, കാരണം നമ്മൾ ഓൾറെഡി അതിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ കാണുന്നവർക്ക് കമൻറ്റ് ചെയ്യാം, കാരണം ഓൾറെഡി കമൻറ്റ് ബോക്സും ഓപ്പൺ ആണ്. അപ്പോൾ പിന്നെ കമൻറ്റ് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്ക് ഉണ്ട്. പക്ഷെ നമുക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഈ ഒരു ഫീൽഡ് തന്നെ നിർത്തിപ്പോയാലോ എന്ന് വിചാരിച്ച് പോകുന്ന ഒരുപാട് കമൻസ് അതിലുണ്ടായിരുന്നു. അവർക്കൊക്കെ ആ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്താ കിട്ടണേന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അങ്ങനത്തെ കമൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമമാവും കേട്ടോ. പക്ഷെ നമുക്ക് ആ വിഷമം മാറണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് പേര് നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട്, അതായത് ഈ നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്തവർക്ക് റിപ്ലൈ കൊടുത്തുകൊണ്ട് നമ്മളെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷമാണ്. ഞാനതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ കേക്ക് ചെയ്യുന്നത്. എന്നെ വിശ്വസിച്ച് എൻ്റെ റെഗുലർ കസ്റ്റമർ എനിക്ക് തന്ന ഓർഡറാണിത്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടും നീ ചെയ്തോ, നിന്നെക്കൊണ്ട് പറ്റും, ശരിയാകും, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണേന്നും പറഞ്ഞ് ഓർഡർ തന്ന കസ്റ്റമറായിരുന്നു. അവർ ഓക്കെയാണ്, ഡിസൈൻ വൈസ് അവർ ഫുൾ ഓക്കെയാണ്. അവർക്കില്ലാത്ത പ്രശ്നമാണ് ഈ കാണുന്ന കുറേ പേർക്ക്. അല്ല, അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർ മാന്യനായതുകൊണ്ടാണ് നിങ്ങളൊന്നും പറയാത്തത് എന്ന് വരെ പറഞ്ഞ കമൻറ്റ് ഉണ്ടായിരുന്നു. കേക്ക് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ നിർത്തിപ്പോയിക്കൂടെ എന്ന് വരെ ചോദിച്ച കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു 5 വർഷമായി ഞാൻ ഒരു ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങി. ഒരു 1500ൻ്റെ അടുത്ത് കേക്കുകൾ ഞാൻ ഉണ്ടാക്കി സെയിൽ ചെയ്തു. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന കേക്കുകളും ഞാൻ എന്തോരം കേക്ക് ഉണ്ടാക്കി, ഞാൻ എത്രത്തോളം നന്നായിട്ടാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ അറിയാത്തവരായിരിക്കാം മേ ബി അങ്ങനെ കമൻറ്റ് ചെയ്യണം. നമുക്ക് പ്രശ്നമില്ല. പക്ഷെ നമുക്ക് ഒന്നും അറിയാതെ ഈ ഒരൊറ്റ കേക്ക് മാത്രം കണ്ടിട്ട് അതിനെ മാത്രം വിലയിരുത്തിയാവും. നമ്മൾ ആദ്യമായിട്ട് ചെയ്യണതാന്ന് പറഞ്ഞിട്ട് പോലും അതിനിങ്ങനത്തെ കമൻറ്റ് ഇടണവരോട് ഇപ്പോൾ എന്താ നമുക്ക് പറയാം? ഒന്നും പറയാനില്ല. എന്തായാലും ഓരോരുത്തരും പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് ഞാൻ ഈ കേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ ചുമ്മാ ചെയ്തതല്ല. എൻ്റെ ഈ കേക്കിൻ്റെ ഈ ഒരു വർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് സെയിം ഇതേപോലെ തന്നെ ചെയ്യാൻ പറഞ്ഞു വന്ന ഓർഡർ ആയിരുന്നു കേട്ടോ. ഈ ബാലൻസ് വന്ന പീസും കൊണ്ട് വേറൊരു കേക്കും കൂടെ ഞാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ അതും കൂടെ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അതൊരൊറ്റ കേക്കാക്കി ചെയ്തേനെ, വെയിറ്റും ഓക്കെ എന്ന് വരെ പറഞ്ഞവരുണ്ടായിരുന്നു. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പഴയ വീഡിയോയിൽ പോയി നോക്കാം. ഞാൻ താഴെ റിലേറ്റ് ചെയ്ത് കൊടുത്തേ. കാണാത്തവരുണ്ടെങ്കിൽ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഈ വന്ന കസ്റ്റമറിനും അതേപോലെ തന്നെ കേക്ക് വേണമെന്ന് പറഞ്ഞു, അതായത് എക്സസ് വന്ന പീസും കൊണ്ട് വേറൊരു സെപ്പറേറ്റ് കേക്ക് വേണമെന്നും പറഞ്ഞു വന്ന കസ്റ്റമർ ആയിരുന്നു കേട്ടോ. പിന്നെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സൈഡിൽ കൂടെ ലെയർ കാണാത്ത രീതിയിൽ ഫുള്ളായിട്ട് കോട്ട് ചെയ്തെങ്കിൽ നന്നായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമ്പർ കേക്ക് കൂടുതലും നമുക്ക് ഇതുപോലെയാണ് ഓർഡർ വരുന്നത്. അപ്പം അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാനായിട്ട് അവർ പറഞ്ഞത്. അപ്പം നിങ്ങൾ കുറേ പേര് കമൻറ്റ് ചെയ്ത് ആ ഒരു കമൻറ്റ് എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി, എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അതിന് ഞാൻ എല്ലാവരോടും സോറി പറയാം കേട്ടോ. അപ്പം അതിൽ കമൻറ്റ് ചെയ്ത എല്ലാവരും, അല്ലാതെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഈ കേക്ക് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. നമ്മൾ ചെയ്തല്ലേടോ പഠിക്കണത്. ഇത് 3 ആയിട്ടൊക്കെ തോന്നുമോ, അതോ നിങ്ങൾ പറഞ്ഞ പോലെ പോലെയാണോ തോന്നണത്? ഒന്ന് പറയാട്ടോ.